ശരിക്കും ഒരു എക്സാമിന്റെ വില്ലൻ അതിന്റെ ചോദ്യ പേപ്പർ ആണോ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ച് ആണോ? യെസ്, ഇന്നത്തെ വീഡിയോ ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. പലർക്കും ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സമയത്തും പറയാറുള്ള ഒരു ഏറ്റവും വലിയ വില്ലനാണ് ടൈം മാനേജ്മെന്റ്. അപ്പൊ എങ്ങനെ ടൈം മാനേജ്മെന്റ് ഉറപ്പാക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, ഹലോ, വെൽക്കം ടു സ്റ്റഡി വിത്ത് ഗ്രേസ്. അപ്പോൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴും നമ്മുടെ ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്നത് 10ഉം +2ഉം അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെയാണ്. ഇതിലെല്ലാം തന്നെ അത്യാവശ്യം സമയം നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് എല്ലാം തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആണ്. നമുക്ക് കുറച്ച് സ്പീഡിൽ ആൻസർ എഴുതാൻ പറ്റുന്ന 90% സമയങ്ങളിലും നമുക്ക് അത്യാവശ്യം നന്നായി ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതാണോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും നമുക്ക് സിവിൽ സർവീസും SSC എക്സാംസ് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ജസ്റ്റ് PSCയിലേക്ക് മാത്രം നോക്കാം. PSCയിലുള്ളത് 100 ചോദ്യങ്ങളാണ്. ഇത് എഴുതാൻ നമ്മുടെ മുന്നിലുള്ളത് 75 മിനിറ്റും. പലരും വിചാരിക്കും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏകദേശം 0.75, അതായത് 45 സെക്കൻഡോളം ഒരു ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ എന്ന്. സത്യത്തിൽ അത് ശരിയാണോ? അല്ല. കാരണം PSCയിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കൈ കിട്ടുന്ന മൊമെന്റ് തൊട്ട് ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യാനുള്ള സമയവും ഈ 75 മിനിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ശരിക്കും ഒരാൾക്ക് മാക്സിമം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. നിങ്ങൾ എപ്പോഴും ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നതിന് മുന്നേയും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അതിനൊരു 15 to 20 മിനിറ്റ്സ് ബഫർ ടൈം ഇടണം. ഈ ബഫർ ടൈം ഇട്ടതിന് ശേഷം ബാക്കി സമയത്തിനെ നിങ്ങളുടെ ഓവറോൾ ക്വസ്റ്റ്യൻസുമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ PSCന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 75 മിനിറ്റ് എന്നുള്ളത് 15 മിനിറ്റ് ബഫർ ഇട്ട് 1 മണിക്കൂർ 100 ചോദ്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ കിട്ടുന്ന ശരാശരി സമയം എന്ന് പറയുന്നത് 36 സെക്കൻഡാണ്. ഈ 36 സെക്കൻഡാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം വായിച്ചിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് വിടുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ഇതിന്റെ ഒപ്പം തന്നെ നെഗറ്റീവ് മാർക്സ് കൂടി വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് 36 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമെങ്കിൽ 15 സെക്കൻഡ്സ് സ്പെൻഡ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. പറ്റുന്നതാണെങ്കിൽ ബാക്കി 30 സെക്കൻഡും കൂടി കൊടുത്ത് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ ആ ചോദ്യം വിടുക. ഇതാണ് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ പലപ്പോഴും നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി ഓറിയന്റേഷനിൽ നിന്നിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് നോക്കുമ്പോൾ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ വിട്ട് കളയാനുള്ള ഒരു ചിന്താഗതി ഉണ്ടാവാറില്ല. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് അത് തെറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കുള്ള മാർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓർത്തുകൊണ്ട് എന്തായാലും എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.